എല്ലാവർക്കും I'm new. നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1759 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ PY സജിമോൻ ആണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഡോക്ടർ സജിമോൻ നമുക്ക് ഡോക്ടർ ശൈല ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ സജിമോൻ നമുക്ക് ഇതിനകം ഒത്തിരി ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുണ്ട് ക്യാൻസറിനെ കുറിച്ച്. ഇന്നും ക്യാൻസറിലെ മൈക്രോ മെറ്റാസ്റ്റാസിസും ഹോമിയോപ്പതിക് മാനേജ്മെന്റും എന്നുള്ള വിഷയത്തിലാണ് ഡോക്ടർ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത്. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് മലയാളം സെഷൻ ആരംഭിക്കാം. നന്ദി. ഡോക്ടർ സജിമോൻ എത്തിയിട്ടില്ലേ? ഉണ്ട്. ഉണ്ടോ? കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ടോ ഡോക്ടറെ? ഇല്ല ഡോക്ടറാണ് ഇപ്പം. അല്ല, കാണുന്നില്ല ആളിനെ. ഇപ്പൊ എത്തി. ഓക്കെ, ഞാൻ കോഹോസ്റ്റ് ആക്കിയേക്കാം. ഡോക്ടർ സജിമോൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് IFPHന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം ഡോക്ടർ PY സജിമോനെ ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഡിസ്കഷൻ മൈക്രോമെറ്റാസ്റ്റാസിസ് എന്ന വിഷയത്തെ പറ്റിയാണ്. ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും അനിവാര്യമായ ഒരു പോയിന്റാണ് മൈക്രോമെറ്റാസ്റ്റാസിസ് എന്ന വിഭാവനം ചെയ്യുന്ന പദം. പലപ്പോഴും സർജിക്കൽ ഇന്റർവെൻഷന് ശേഷമാണ് മൈക്രോമെറ്റാസ്റ്റാസിസിന്റെ പ്രാധാന്യം ഓൺകോളജിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. ഇതിന്റെ ഒരു പദത്തിന്റെ ഒരു അർത്ഥം എന്ന് പറയുമ്പോൾ വെരി സ്മോൾ ഗ്രൂപ്പ് ഓഫ് ക്യാൻസർ സെൽസ്, ക്യാൻസർ കോശങ്ങളുടെ ചെറിയ ശേഖരം യഥാർത്ഥ ട്യൂമറിൽ നിന്ന് പുറത്തു വരികയും ലിംഫ് വാസ്കുലർ സിസ്റ്റം വഴി ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്തെ വ്യാപിക്കുന്നു എന്നുള്ളതാണ്. മൈക്രോമെറ്റാസ്റ്റാസിസ് ഒരു പ്രത്യേക ഘടകമാണ് സർജിക്കൽ ഇന്റർവെൻഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം ശസ്ത്രക്രിയയ്ക്ക് ശേഷം ക്യാൻസർ വ്യാപനം ഇന്ന് സർവ്വസാധാരണമാകുന്നു എന്നുള്ള ഒരു മോഡേൺ മെഡിസിൻ തന്നെ പഠനങ്ങൾ വളരെയധികമാണ്. ശസ്ത്രക്രിയ ഒരു അനിവാര്യ ഘടകമാണെങ്കിലും അതിനുശേഷം ക്യാൻസർ വ്യാപനം ത്വരിതപ്പെടുന്നു എന്നുള്ള വളരെയധികം ഫാക്ടേഴ്സ് നിലനിൽക്കവേ ക്യാൻസർ ചികിത്സാ രംഗത്ത് ഓപ്പറേഷൻ വളരെ അനിവാര്യമാണെന്ന് ഉള്ളതും സത്യം തന്നെയാണ്. എന്നാൽ അതിനുശേഷം മോഡേൺ ഓൺകോളജിയിലെ അവരുടെ പ്രോട്ടോകോൾ തന്നെ മാറ്റേണ്ടി വന്നു. കാരണം ഈ മൈക്രോമെറ്റാസ്റ്റാസിസിന്റെ ആവിർഭാവത്തോടുകൂടി ക്യാൻസറിന് അഡ്ജുവന്റ്, നിയോ അഡ്ജുവന്റ് മെയിൻ്റനൻസ് തെറാപ്പിയിൽ വരുന്ന പ്രോട്ടോകോൾ തന്നെ മാറ്റേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇതിനൊരു പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ മൈക്രോമെറ്റാസ്റ്റാസിസിനെ വിട്ട് മെറ്റാസ്റ്റാസിസിനെ പറ്റിയാണ് പഠനം വിധേയമാക്കുന്നത്. ക്യാൻസർ ചികിത്സയിൽ വളരെയധികം ഫലവത്തായും ഇടപെടാൻ പറ്റിയ ഒരു മേഖലയാണ് മൈക്രോമെറ്റാസ്റ്റാസിസ് ഹോമിയോപ്പതിയിൽ. പലപ്പോഴും അതിനെ ഒരു നിർവചനം എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ട്യൂമറിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സൂക്ഷ്മത ഉള്ള ക്യാൻസർ കോശങ്ങളാണ് ഇതെന്ന് പറയാം മെറ്റാസ്റ്റാസിസിന് കാരണമാകുന്നത്. അപ്പൊ ഇത് വളരെയധികം ക്യാൻസർ രോഗികളിൽ സംജാതമാകുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിങ്ങിലും മറ്റും കണ്ടെത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് മമ്മോഗ്രാം, MRI,
അൾട്രാസോണോഗ്രാഫ്, പൊസിഷൻ എമിഷൻ ട്രോമോഗ്രാഫി, കമ്പ്യൂട്ടർ മറ്റ് ഇമേജിംഗ് സിസ്റ്റത്തിലൊന്നും ഈ സ്റ്റേജിലുള്ള ക്യാൻസർ കോശങ്ങളെ ഡിറ്റക്ട് ചെയ്യാനോ ആ സ്റ്റേജിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് പലപ്പോഴും ബയോപ്സി പോലുള്ള സംവിധാനങ്ങൾ, ഹിസ്റ്റോളജിക്കൽ എവിഡൻസ് ബേസ്ഡ് പഠനങ്ങൾ നടത്തുക മാത്രമേ ഉള്ളൂ രക്ഷ. അപ്പോൾ ഞാൻ പറഞ്ഞത് വെരി സ്മോൾ ഗ്രൂപ്പ് ഓഫ് ക്യാൻസർ സെൽസ്, ഇതിൻ്റെ ഒരു സഞ്ചാര പദം എന്ന് പറയുമ്പോൾ ഇതിനെ ഏത് തരത്തിൽ, ഏത് ഘടകത്തിലാണ് മൈക്രോമെറ്റാസ്റ്റാസിസ് എന്ന് വിഭജിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏകദേശം 0.2 മുതൽ 2 മില്ലിമീറ്റർ ഇടയിലുള്ള, അതായത് ഒരു ബോൾ പെന്നിന്റെ പിൻ പോയിന്റിൽ ഏകദേശം 1 മില്ലിമീറ്റർ ആണ് അതിൻ്റെ അളവ്. അതിനോട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ 0.2ലും 2 മില്ലിമീറ്റർ ഇടയിലുള്ള ഒരു ക്യാൻസർ കോശം അത് കൂട്ടത്തോടെ കാണുന്നതിനാണ് മൈക്രോമെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും ക്യാൻസർ ബാധിച്ച സ്ഥലത്ത് അതിനെ സെക്ഷണൽ ബയോപ്സി എടുക്കുകയും സെന്റിനൽ ലിംഫിനോഡ് കൂടി അത് ഡിറ്റക്ട് ചെയ്യുമ്പോഴൊക്കെയാണ് മൈക്രോമെറ്റാസ്റ്റാസിസിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. പലപ്പോഴും പല ഇൻവെസ്റ്റിഗേഷൻ ടൂളുകളിലും മൈക്രോമെറ്റാസ്റ്റാസിസ് കാണിക്കുമെങ്കിലും നമ്മൾ പല ടെക്നിക്കലി ഡോക്ടേഴ്സ് അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിനനുസരിച്ച് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് പ്ലാനും മാറും. നമ്മളൊരു ക്യാൻസർ ചികിത്സയിലേക്ക് കടക്കുമ്പോൾ അത് മെറ്റാസ്റ്റാസിസ്, മൈക്രോമെറ്റാസ്റ്റാസിസ്, അത് ട്രീറ്റ്മെന്റ് ലെവല് ഇങ്ങനെയൊക്കെ പോകുമെങ്കിലും ഇതിൻ്റെ അകത്ത് വളരെ ഇടപെടലുകൾ കൂടുതലായിട്ടും നമ്മൾ ചെയ്തു വരുന്ന മൈക്രോമെറ്റാസ്റ്റാസിസ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യവും അതിൻ്റെ ലെവലുകളും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ സെന്റിനൽ ലിംഫ് നോഡ്സിനെയൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ ഒരു കോശങ്ങളുടെ പ്രതലത്തിൽ ഒരു ക്യാൻസർ ബാധിച്ച സ്ഥലത്ത് നിന്ന് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ആ മെറ്റാസ്റ്റാസിസിന്റെ ലെവൽ മനസ്സിലാക്കുമെങ്കിലും ഇത് കൂടുതലും നമ്മൾ ലിംഫാറ്റിക് സ്പ്രെഡിലാണ് വിവക്ഷിക്കുന്നത്. ലിംഫ് നോഡിൽ ചെറിയ ക്യാൻസർ കോശങ്ങൾ കൂട്ടത്തോടെ കാണുന്നു. പ്രത്യേകിച്ച് അതിനെ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബയോപ്സിയിലൊക്കെ അതാണ് നമ്മൾ കണ്ടുവരുന്നത്. ക്യാൻസർ ചികിത്സയിൽ ശസ്ത്രക്രിയ ഒരു നിർണായക ഘടകമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. പ്രത്യേകിച്ച് ശസ്ത്രക്രിയയിൽ മൈക്രോമെറ്റ്സ് ത്വരിതഗതിയിൽ വളർച്ച വഴിവെക്കുന്നു എന്നുള്ളതാണ് മോഡേൺ മെഡിസിൻ്റെ ഇപ്പോഴത്തെ ഒരു റിസർച്ച് ലെവലിലുള്ള കാര്യങ്ങൾ. അതിന് കാരണം മെറ്റാസ്റ്റാസിസ് ഫോസിലിനെ രൂപീകരണത്തിന്റെ സാധ്യത അവിടെ കണ്ടുവരുന്നു എന്നുള്ളതാണ്. അതിന് ക്യാൻസർ കോശങ്ങളുടെ ത്വരിതഗതി വർദ്ധിക്കാൻ കാര്യമാകും. അതുപോലെ തന്നെ ശസ്ത്രക്രിയാ പ്രതലങ്ങളിൽ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അതിൻ്റെ രക്തചംക്രമണ വ്യവസ്ഥയിലെ ആ ക്രമത്തിൽ വരുന്ന ഒരു ചോർച്ച, മലയാളത്തിൽ പറഞ്ഞ ഒരു ചോർച്ചയാണ് അത് അവിടെ സംഭവിക്കുന്നത്. അതുപോലെ പ്രതിരോധ ശേഷിയെ അടിച്ചമർത്തപ്പെടുകയാണ് അവിടെ പ്രത്യേകിച്ച് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത്. എന്നാൽ ഗത്യന്തരമില്ലാതെ നമ്മൾ ശസ്ത്രക്രിയ അനിവാര്യമാവുകയും ചെയ്യുന്നു. ക്യാൻസർ കോശങ്ങളിൽ മാറ്റം വരികയും ചെയ്യും ആ സമയത്ത്. അതുപോലെ ശസ്ത്രക്രിയയുടെ സങ്കീർണമായ ദോഷകരമായ ചില സങ്കീർണതകളുണ്ട്. പ്രത്യേകിച്ച് അതിന് ഉപയോഗിക്കുന്ന അനസ്തേഷ്യ, അതുപോലെ ട്രാൻസ്ഫ്യൂഷൻ ലെവലിൽ വരുന്ന ഘടകങ്ങൾ, ഹൈപ്പോതെർമിയ, ഇതെല്ലാം മൈക്രോമെറ്റാസ്റ്റാസിസിന് വഴിവെക്കുന്നു എന്നുള്ളതാണ് പുതിയ ഒരു പഠനങ്ങളിൽ വരുന്ന കാര്യങ്ങൾ. അത് വളരെയധികം മോഡേൺ മെഡിസിൻ അത് കൃത്യമായിട്ട് തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്യാൻസർ ചികിത്സയിൽ വളരെ അനിവാര്യമായ ഘടകമാണ് ശസ്ത്രക്രിയ. നമ്മൾ ഹോമിയോപ്പതി ചികിത്സയിൽ പോലും ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ ചികിത്സ കൂടുതലും നമുക്ക് നൽകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുപോലെ ശസ്ത്രക്രിയക്ക് മുമ്പ് തന്നെ ശസ്ത്രക്രിയ തയ്യാറെടുക്കുമ്പോൾ കൊടുക്കുന്ന മരുന്നുകൾ, ശസ്ത്രക്രിയയോടൊപ്പം ശസ്ത്രക്രിയാനന്തര മരുന്നുകൾ എന്നിവയെല്ലാം വിഭജിച്ച് തന്നെ നമ്മൾ നൽകി ഒട്ടനവധി ഫിഷകന്മാർ അതിൽ വളരെയധികം പ്രാവീണ്യം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത.
അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ചികിത്സാ ലെവലിലേക്ക് നോക്കുമ്പോൾ മൈക്രോ മെറ്റാസ്റ്റാസിസ് ഇതിനെ ഉപകരിക്കുന്ന മരുന്നുകളെ പറ്റിയാണ് നമ്മൾ എപ്പോഴും അതിനെ മനസ്സിലാക്കേണ്ടത്. കൂടുതലും അത് വലിയ വിശാലമായ ഒരു പിന്നെ ഒരു ലെക്ചറിങ്ങിന് പോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് മെറ്റാസ്റ്റാസിസ്. ആദ്യമായിട്ട് നിർണയിക്കുന്ന ക്യാൻസർ എവിടെയാണോ നിർണയിക്കുന്നത് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ക്യാൻസർ കോശങ്ങൾ സഞ്ചരിക്കുന്ന ആ ലെവലിലാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ മൈക്രോ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു കൂട്ടം അതുപോലെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ചെറിയ ഒരു ഗ്രൂപ്പ് ക്യാൻസർ കോശങ്ങൾ ലിംഫാറ്റിക് സ്പ്രെഡിൽ കൂടെയൊക്കെ മറ്റു സ്ഥലത്തേക്ക് പോവുകയും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പം പലപ്പോഴും നമ്മളെ ക്യാൻസർ ചികിത്സയിലല്ല ഹോമിയോപ്പതിയുടെ തത്വത്തിൽ അധിഷ്ഠിതമായിട്ട് തന്നെ നമ്മളെ ചികിത്സ ചെയ്യുവാൻ നോക്കേണ്ടതാണ്. മൈക്രോ മെറ്റാസ്റ്റാസിസിന്റെ ഒരു മാനേജ്മെന്റ് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൽ പോകുമ്പോൾ ആ ക്യാൻസർ കോശങ്ങൾക്ക് വരുന്ന വ്യത്യാസങ്ങൾ അതിൻ്റെ സ്വഭാവങ്ങളെ എല്ലാം മനസ്സിലാക്കി ഒരു മരുന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഫലവത്താകും എന്നുള്ള ഏവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ക്യാൻസറിന്റെ ടൈപ്പുകൾ, അതുപോലെ ക്യാൻസറിന്റെ സ്റ്റേജുകൾ, പ്രൈമറി ക്യാൻസറുകൾ എന്നിവ ഇതിനെല്ലാം ആശ്രയിച്ചാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗുകൾ പ്രത്യേകിച്ച് രോഗിയുടെ ശാരീരികവും മാനസികമായ സവിശേഷതകൾ കണക്കിലെടുത്ത് അതിന് പര്യാപ്തമായ ഒരു സിംറ്റം ഇന്റർപ്രറ്റ് ചെയ്ത് അത് ടോട്ടാലിറ്റി സിംറ്റത്തിലേക്ക് പോകുമ്പോഴാണ് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. എന്നാൽ പലപ്പോഴും മൈക്രോ മെറ്റാസ്റ്റാസിസിൽ ഒരു പ്രതലത്തിൽ ക്യാൻസർ ഉത്ഭവിക്കുമ്പോൾ അത് ലിംഫോവാസ്കുലാർ സ്റ്റേജിൽ അങ്ങോട്ട് ഒരു കൂട്ടമായിട്ട് സഞ്ചരിക്കാനുള്ള ഒരു സാധ്യത ആ രോഗിയിൽ സംജാതമാകുന്ന എന്ന് പറയുമ്പോൾ ഒരു ഹൈഡിങ് ഇൻ നേച്ചർ തന്നെയാണ്. അതാ ഒളിച്ചു വെക്കപ്പെട്ട ഒരു സവിശേഷത ആ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ ഒളിച്ചു വെച്ചിട്ട്, അതുപോലെ തന്നെ അത് ഒരു വഞ്ചനാത്മകമായിട്ടും അതുപോലെ തന്നെ വിദ്വേഷപരമായിട്ടും അത് പ്രതികാര രൂപമായിട്ടും ഈ ക്യാൻസർ കോശങ്ങൾ സഞ്ചരിച്ച് അത് ഒരു മുഖ്യധാരയിൽ ക്യാൻസർ ആയിട്ട് മാറുന്നു എന്നുള്ള ആ സവിശേഷതകളെ എല്ലാം കണക്കിലെടുത്ത് ഒരു മരുന്ന് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗായിട്ട് മാറുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മൈക്രോ മെറ്റാസ്റ്റാസിസിന്റെ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ അതിന് കൺട്രോളിങ് ബിഹേവിയർ ഓഫ് ക്യാൻസർ സെല്ല് തന്നെയാണ്, അൺകൺട്രോൾഡ് അല്ല. അതെങ്ങനെ ആ സഞ്ചാരപഥത്തെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ അതിൽ ലിംഫാറ്റിക് സ്പ്രെഡിൽ വന്നാലും അതിനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനും ഉതകുന്ന ഒരു ഔഷധം നൽകുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ആ ക്യാൻസർ രോഗിക്ക് ഉതകുന്നതും ആ ക്യാൻസർ രോഗി ഭാവിയിൽ യഥാർത്ഥമായ ഒരു റിസ്കിൽ വരുന്ന ഒരു ക്യാൻസറായിട്ട് രൂപാന്തരപ്പെടാതിരിക്കാനും സഹായകരമാകും എന്നുള്ളതാണ് ഇതിൽ വിവക്ഷിക്കാൻ നമുക്ക് പറ്റുന്നത്. അപ്പോൾ എന്നാൽ ഈ മൈക്രോ മെറ്റാസ്റ്റാസിസിന് ഒരു വാണ്ടറിങ് ബിഹേവിയർ ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി നഷ്ടപ്പെടുകയും കുറയുകയും ചെയ്യുമ്പോൾ അതിന് ക്യാൻസർ രൂപാന്തരത്തിലേക്ക് ഒരു ഡിസയർ വരുന്നു. ഇതിനെല്ലാം ആശ്രയിച്ചുള്ള മരുന്നുകൾ നമ്മൾ റെപ്പർട്ടോറി അനാലിസിസിൽ കൂടെ കണ്ടെത്തുകയാണെങ്കിൽ ഏറ്റവും സവിശേഷതമായ ഒരു മരുന്ന് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗുകളായിരിക്കും എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും താത്വികമായിട്ട് തന്നെ സംസാരിക്കേണ്ട ഒരു വസ്തുത. എന്നാൽ ഏതാനും ചില ഉദാഹരണങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസിന് നമ്മൾ ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ നമുക്ക് നൽകാം എന്നുള്ളത് ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് കഴിഞ്ഞാൽ സിസ്റ്റസ് കനാഡൻസിസ് എന്ന മരുന്ന് പലപ്പോഴും അത് ബ്രസ്റ്റിൽ, ഫാരിൻസ്, നെക്ക് എന്നീ ലെവലിലാണ് അത് വർക്ക് ചെയ്യുന്നത്. സെർവിക്കൽ
ലെവലിലുള്ള ലിംഫ് നോഡ്സിനാണ് അത് കൂടുതലും ആക്ഷൻ വരുന്നത്. അപ്പൊ സെർവിക്കൽ അഡിനോപ്പതി ലെവലിൽ സെർവിക്കൽ മെറ്റ്സിൽ വരുന്ന ഒരു ബിഹേവിയർ പാറ്റേണിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു മരുന്നാണ് സിസ്റ്റസ് കനാഡൻസിസ്. പലപ്പോഴും ഈ മരുന്ന് നമ്മൾക്ക് ബ്രസ്റ്റ് ക്യാൻസറിനും ഫെരിഞ്ചൽ ക്യാൻസറിനും നെക്ക് ഇൻവോൾവ്മെന്റിലും പ്രത്യേകിച്ച് ലിംഫാറ്റിക് സ്പ്രെഡിൽ ഇനിഷ്യലായിട്ട് നൽകുമ്പോൾ വളരെയധികം ഫലവത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് ആ ഗ്രോത്തിൽ വരുന്ന വ്യത്യാസങ്ങള് പിന്നെ അത് പലപ്പോഴും അതിന് വ്യത്യസ്തമായ അതിനെ ഒരു മൈക്രോ മെറ്റാസ്റ്റാസിസിൽ നിന്ന് ഒരു മെഗാ മെറ്റാസ്റ്റാസിസിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കഴിവ് ഈ മരുന്നുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ കാർബോ അനിമാലിസിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. കാർബോ അനിമാലിസിസ് പലപ്പോഴും യൂട്ടറിൻ ട്യൂമറിനാണ് കൂടുതലും മൈക്രോ മെറ്റാസ്റ്റാസിസ് ലെവലിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലീഡിംഗ് ആയിട്ട് തന്നെ ഒരു സ്റ്റൊമക്കിൽ ആക്ഷൻ ഉള്ള മരുന്നാണെങ്കിൽ കൂടുതലും യൂട്രൈൻ ട്യൂമറിൽ, പ്രത്യേകിച്ച് ഇനിഷ്യൽ ട്യൂമറിൽ അതിനെ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുമ്പോൾ അത് മൈക്രോ മെറ്റാസ്റ്റാസിസ് ലെവലിലേക്ക് പോകുമ്പോൾ കാർബോ അനിമാലിസിസ് പലപ്പോഴും റെസൊല്യൂഷൻ ഓഫ് യൂട്രൈൻ ട്യൂമർ എന്നാണ് അതിനെ വിവക്ഷിക്കുന്നത്. റെസൊല്യൂഷൻ യൂട്രൈൻ ട്യൂമറിന് ഏറ്റവും പര്യാപ്തമായ ഒരു മരുന്നായിട്ട് നമുക്ക് കാർബോ അനിമാൽസിനെ പിന്നെ ഉൾപ്പെടുത്താൻ സാധിക്കും. അടുത്തത് എന്ന് പറഞ്ഞാൽ കൊണ്ടിരാങ്കോ. നമ്മൾ പലപ്പോഴും കൊണ്ടിരാങ്കോ മരുന്നുകളെ പറ്റി നമുക്ക് വളരെയധികം എല്ലാ ഡോക്ടർമാർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് സ്റ്റൊമക്കിലും കുടലുകളിലും ഈസോഫാഗൽ റീജിയണിലും കൂടുതൽ അത് വർക്ക് ചെയ്യുന്നു. പലപ്പോഴും മ്യൂക്കസ് മെമ്പറൈൻ്റെ ജംഗ്ഷൻസിലും സ്കിന്നിലും ഇത് കൂടുതൽ ആക്ട് ചെയ്യുകയും നമ്മൾ ഓറൽ ക്യാവിറ്റി, ലിപ്സില്, അതുപോലെ റെക്ടൽ റീജിയണിലെ ഐലിഡിലും ഒക്കെ ഇത് കൂടുതലും കൊണ്ടുവരാങ്കോ വർക്ക് ചെയ്യാറുണ്ട്. ഒരു മൈക്രോ മെറ്റാസ്റ്റാസിസ് ലെവലിൽ 30th പൊട്ടൻസി ഇന്റർകറന്റ് ആയിട്ട് കൊടുത്താൽ ഒരു മെറ്റാസ്റ്റാസിസിന് ഏത് മരുന്ന് സെലക്ട് ചെയ്താലും, പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് സെലക്ട് ചെയ്താലും കൊണ്ടുവരാങ്കോ മരുന്ന് 30th കൊടുത്തു കഴിഞ്ഞാൽ അതിന് അതിന്റെ പാത്ത് ബ്രേക്ക് ആക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഹൈഡ്രാസിസ് കനാഡൻസിസ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാ ഡോക്ടർമാരും ഉപയോഗിക്കുന്ന ഈ മരുന്ന് പലപ്പോഴും സ്റ്റൊമക്കിലും ബ്രസ്റ്റിലും മൈക്രോമെറ്റ്സിന് വളരെയധികം ഫലവത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് സ്റ്റൊമക് മാലിഗ്നൻസിയിൽ നമ്മൾ ഒരു ഇനിഷ്യൽ സ്റ്റേജ്, ഒരു അഡ്വാൻസ് സ്റ്റേജിലാണെങ്കിലും ഒരു ഫൈറ്റോ കെമിക്കൽ ആക്ടിവിറ്റി, ഹൈഡ്രാസിസിന്റെ ഫൈറ്റോ കെമിക്കൽ ആക്ടിവിറ്റീസ് വളരെയധികം വർക്ക് ചെയ്യുന്നു. പലപ്പോഴും ഞാൻ നേരത്തെ പറയാത്ത ഒരു പോയിന്റ് എന്നാൽ മൈക്രോ മെറ്റാസ്റ്റാസിസ് ലെവലിൽ ഒരു ഹിസ്റ്റോ പതോളജിക്കൽ ചേഞ്ചസ് ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് കൂടുതൽ 30th പൊട്ടൻസി ഉപയോഗിച്ച് വേണം ഇന്റർകറന്റ് ആയിട്ടോ അത് കണ്ടിന്യൂസ് ഡ്രഗുകളായിട്ടോ നമ്മൾ നൽകാൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ടിഞ്ചർ ഫോമിനെക്കാട്ടിലും മൈക്രോ മെറ്റാസ്റ്റാസിസിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഈ ക്ലസ്റ്റേഴ്സിനെ ത്വരിതപ്പെടുത്താൻ ഒരു പൊട്ടൻറ്റേജ് ഡ്രഗിന്റെ അത്ര എഫക്റ്റ് ടിഞ്ചറിന് കാണാറില്ല എന്നുള്ളതാണ് വസ്തുത. പലപ്പോഴും അതിനെ ഒരു ഗൺഷോട്ട് പോലെ തന്നെ അതിനെ തുരത്തുവാൻ കഴിയുക പൊട്ടൻറ്റേജ് ഡ്രഗിന് തന്നെയാണ് എന്നുള്ളതാണ് ട്രീറ്റ്മെന്റ് ബേസിൽ പറയാൻ സാധിക്കുന്നത്. അത് അങ്ങനെയാണ് ഹൈഡ്രാസിസിനെ പറ്റി പറയാനുള്ളത്. ക്രിയോസോട്ടം പലപ്പോഴും നമ്മുടെ യൂട്രൈൻ ഓവേറിയൻ റീജിയനിലാണ് പിന്നെ ലൊക്കേറ്റ് ചെയ്ത ആക്ഷൻ വരുന്നത്. ഇതിനെ കൂടുതലും സെർവിക്സിനും ആക്ഷൻ ക്രിയോസോട്ടത്തിനുണ്ട്. ഒരു യൂട്ടറിൻ, എൻഡോമെട്രിയൽ, ഒവേറിയൻ, അതുപോലെ സെർവിക്സ് ക്യാൻസറിന് എപ്പോഴും ഒരു ഇന്റർകറന്റ് ഡ്രഗായിട്ട് ക്രിയോസോട്ടം ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിന്റെ ആക്ഷൻ വളരെയധികം സഹായകരമാകുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റൊമക്കിന്റെ പൈലോറസും അതുപോലെ ഡുവോഡിനൽ ഏരിയയിലും ഒരു സിഗ്നിഫിക്കന്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓർണിത്തോഗാലം വളരെയധികം ശ്രദ്ധേയമായിട്ട് ചിന്തിക്കണം. 30th പൊട്ടൻസിയിൽ അത് പലപ്പോഴും ഈ സ്റ്റൊമക് ക്യാൻസർ ഡുവോഡിനൽ ഏരിയയിലും പൈലോറിക് എൻഡിലും വളരെയധികം ആക്ഷൻ നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത.
മോസ്റ്റ് ചീഫ്ലി ഫൈറ്റോലാക്ക ഡീകാൻഡൻസിസ് കൂടുതലും ബ്രസ്റ്റ് അഫക്ഷനിലാണ് കണ്ടുവരുന്നത്. ബ്രസ്റ്റിലെ പ്രത്യേകിച്ച് മൈക്രോമെറ്റാസ്റ്റാസിസ് ഇൻവോൾവ്മെന്റ് വരുമ്പോൾ, ആ ലോക്കലൈസ്ഡ് സിഗ്നിഫിക്കന്റ് വരുമ്പോൾ, പ്രത്യേകിച്ച് ആക്സിലറി ലിംഫിനോഡിൽ ആക്ഷൻ വരുന്നത്, അതുപോലെ തന്നെ പിന്നെ സെർവിക്കൽ ലിംഫഡിനോപ്പതിലേക്ക് വരാം. ഇതിനെയെല്ലാം കൂടുതലും അതിൻ്റെ ട്യൂമേഴ്സിന്റെ ഒരു മെറ്റാസ്റ്റസിസ് തടയാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് ഫൈറ്റോലാക്ക ഡീകാൻഡൻസിസ് തെറാപ്പിയാണ്. പലപ്പോഴും അതിൻ്റെ എഫക്റ്റ് വളരെയധികം പിന്നെ വിവരണാധീനമാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യുകയും യാതൊരു ചതിവും കാണാതെ തന്നെ ചികിത്സയിലെ പ്രോഗ്രസ് കാണിക്കുകയും ചെയ്യുന്ന ഒരു മരുന്നാണ് ഫൈറ്റോലാക്ക ഡീകാൻഡൻസിസ്. പിന്നെ എന്ന് പറഞ്ഞാൽ സെമ്പർവൈവം ടെക്ടോറം. ഇത് പലപ്പോഴും ടിഞ്ചർ ഫോമിലാണേലും സെമ്പർവൈവം 3S 30 3C എന്നീ പൊട്ടൻസികൾ റെക്ടല്, ബ്രസ്റ്റ് ആൻഡ് ലിംഗ്വൽ ക്യാൻസറുകൾ, അതായത് സബ് ലിംഗ്വൽ റീജിയനിലുള്ള ക്യാൻസറുകൾക്കൊക്കെ, പ്രത്യേകിച്ച് ഓറൽ ക്യാൻസറുകളിലെ എല്ലാം തുടക്കത്തിൽ മൈക്രോമെറ്റ്സിലെ ഐഡന്റിഫിക്കേഷൻ വരുന്ന സമയത്ത് certain small dose Sempervivum tectorum is given that case is good result. Okay. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ അത് കാര്യം. പ്രത്യേകിച്ച് മൈക്രോമെറ്റാസിസിന്റെ തെറാപ്യൂട്ടിക് യൂട്ടിലിറ്റിയിൽ നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ച് ലിംഫാറ്റിക് ഇൻവോൾവ്മെന്റ് ആണ് അവിടെ. അതിനെ ആശ്രയിച്ചാണ് മൈക്രോമെറ്റ്സിന്റെ സഞ്ചാര പദം. അപ്പോൾ അതിന് ഒരു ലിംഫ് ആൻജിയോജനസിസ് ലെവലിലേക്ക് വരുന്നു. ഓരോ അവയവങ്ങൾക്കും വരുന്ന ഡിഫറൻറ്റ് സ്റ്റേജിലാണേലും ആ ചികിത്സയില് ആ ക്യാൻസറിന്റെ ടൈപ്പ് മനസ്സിലാക്കണം, ആ പ്രൈമറി ലൊക്കേഷൻ, അതുപോലെ ഹിസ്റ്റോപതോളജിക്കൽ ഡിസ്ക്രിപ്ഷൻ മനസ്സിലാക്കണം, അതുപോലെ ക്യാൻസർ സ്റ്റേജ്, ഇതിനെയെല്ലാം ആശ്രയിച്ചായിരിക്കും നമ്മൾ മരുന്ന് നൽകേണ്ടത്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഓവറോൾ ഹെൽത്ത്, മൊത്തമായിട്ടുള്ള ആരോഗ്യസ്ഥിതി നമ്മൾ മനസ്സിലാക്കുകയും, അതുപോലെ അതിൻ്റെ പ്രായവും അതുപോലെ മറ്റ് കോമോർബിഡിറ്റികൾ, മറ്റ് അസുഖങ്ങളെ എല്ലാം ആശ്രയിച്ചായിരിക്കും മൈക്രോമെറ്റാസ്റ്റാസിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. മെറ്റാസ്റ്റാസിസ് പോലെ അല്ല എന്ന് പറയാൻ കാരണം ഈ തെറാപ്യൂട്ടിക്സിൽ തന്നെ പലപ്പോഴും മെറ്റാസ്റ്റാസിസിനും പിന്നെ മറ്റ് ചികിത്സാ രീതിയിലും കൊടുക്കുന്ന മരുന്നുകളാണേലും ആ സർഫസ്, ആ ഇനിഷ്യൽ റീജിയണിൽ ആക്ട് ചെയ്യുന്ന മരുന്നുകളെ പറ്റി ഡിസ്കസ് ചെയ്യും. അതിനെ പഠനവിധേയമാക്കുമ്പോൾ നമുക്കൊരു സ്പെസിഫിക് ലെവലിൽ തന്നെ ക്യാൻസർ കോശങ്ങളെ തുരത്തുവാനുള്ള ഒരു കഴിവാണ് ഇത്തരം മരുന്നുകൾക്ക്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇത്തരം മരുന്നുകൾക്കെല്ലാം അതിൻ്റെ സവിശേഷമായ ക്വാളിറ്റി ഉണ്ട്. ഈ ക്വാളിറ്റി മനസ്സിലാക്കി പ്രാഥമികമായിട്ട് തന്നെ ഒരു കേസ് ആയിട്ട് രോഗി വന്നു കഴിഞ്ഞാൽ അവർക്ക് കൃത്യതയോടുകൂടി ഇനിഷ്യൽ സ്റ്റേജിൽ അവരെ കൺട്രോൾ ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാനും ഇത്തരം മരുന്നുകൾക്ക് വളരെയധികം ഫലപ്രദമായ റോള് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ആ ലെവലിലാണ് നമ്മൾ ഈ ക്യാൻസർ കോശങ്ങളെക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന മരുന്നുകളെ പറ്റി നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അടുത്ത മരുന്നുകൾ എന്ന് പറഞ്ഞാൽ കൽക്കേരിയ ഫ്ലോറേറ്റം ആണ്. കൽക്കേരിയ ഫ്ലോറേറ്റം പലപ്പോഴും അതിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി അത് പിന്നെ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡ്രഗും കൂടിയാണ്. പലപ്പോഴും ഞാൻ നേരത്തെ ഈ ക്ലാസ്സിൻ്റെ ആദ്യം തന്നെ പറഞ്ഞു, ഒരു പ്രീ ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ലെവലിലാണ് മൈക്രോമെറ്റ്സിനെ നമ്മൾ പലപ്പോഴും കണ്ടെത്തുന്നത്. ആ സ്റ്റേജ് മൈക്രോമെറ്റ്സ് ഡിസോർഡേഴ്സ് പലപ്പോഴും സർജിക്കലിൽ വരുന്ന ബയോസികളിൽ, സർജിക്കൽ സെഷനിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ശസ്ത്രക്രിയ കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ശസ്ത്രക്രിയയിൽ കൂടി നിർണായകമായ ഒരു
ഇന്റർപ്രിട്ടേഷൻ മൈക്രോമെറ്റ്സിന് സംജാതമാകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്ന കൽക്കേരിയ ഫ്ലോറേറ്റം, അത് ഈ പറഞ്ഞ പോലെ തന്നെ 30th പൊട്ടൻസി ആയാലും അപ്പോൾ ആ കോശങ്ങളിൽ വരുന്ന അഡ്ഹഷൻസ് കുറയ്ക്കും. അതുപോലെ തന്നെ മൊത്തം ആ മ്യൂക്കസ് മെംബ്രയിൽ വരുന്ന പിന്നെ ഓവർലോഡ്സ്, അതുപോലെ തന്നെ ലിംഫോ ആൻജിയോജനസിന് എതിരായിട്ട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ പിന്നെ അപ്പോറ്റോസിസ് ലെവൽ റിഡ്യൂസ്, അപ്പോറ്റോസിസ് ലെവൽ കൂട്ടിയിട്ട് ആന്റി ട്യൂമർ ആയിട്ട് അത് പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ഗ്ലാൻസിലെ കൽക്കേരിയ ഫ്ലോറേറ്റം, അതുപോലെ ബോൺ ട്യൂമറിന്, അതുപോലെ തന്നെ റെക്ടൽ ക്യാൻസറുകൾക്കെല്ലാം കൽക്കേരിയ ഫ്ലോറം മൈക്രോമെറ്റ്സ് ലെവലിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിംഫാറ്റിക് സ്പ്രെഡ്, അതിന്റെ ലൊക്കേഷൻസ് പലപ്പോഴും ശരീരത്തിൽ 7 റീജിയണിലാണ്. ഒന്ന് ഹെഡ്, നെക്ക്, തൊറാക്സ്, അബ്ഡോമൻ, ആം, അതുപോലെ തന്നെ ലോവർ ലിംബ്. ഇതുപോലെ ഈ റീജിയണിൽ അഫക്റ്റ് ചെയ്തിട്ട് മൈക്രോമെറ്റ്സ് അവിടെ ലൊക്കേറ്റ് ചെയ്യുകയും മെറ്റാസിസ് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഓസിപിറ്റൽ റീജിയൺ, മാസ്റ്റോയിഡ്, പ്രീ ഓറിക്കുലാർ, പരോട്ടിഡ്, സബ്മാൻഡിബുലാർ, സബ്മെന്റല്, ബക്കൽ ക്യാവിറ്റി, സൂപ്പർഫിഷ്യൽ ലിംഫ് നോഡ്സ്, ഇതിനെയെല്ലാം ടോട്ടലി അതിനെയെല്ലാം ആക്ട് ചെയ്യുന്ന ഹോമിയോപ്പതിയിലെ ഒരു സമ്പൂർണ്ണ മരുന്നാണ് സ്ക്രോഫുലേറിയ നൊഡോസ. പ്രത്യേകിച്ചും ഫൈബ്രോ അഡിനോമ ലെവലിൽ വർക്ക് ചെയ്യുന്നു ഈ മരുന്ന്. പ്രത്യേകിച്ച് ഫൈബ്രോ അഡിനോമ ബ്രസ്റ്റിലൊക്കെ നമ്മൾ പലപ്പോഴും സാധാരണ ലെവലിലുള്ള പിന്നെ ഡോക്ടേഴ്സ് സാധാരണ ലെവലിൽ റുട്ടീനായിട്ടുള്ള പ്രാക്ടീസിൽ അതൊക്കെ ഇത് കൊടുക്കാറുള്ള മരുന്നാണ്. സ്ക്രോഫുലേറിയ നൊഡോസ ഈസ് എ ചീഫ് റെമഡി ഫോർ മൈക്രോമെറ്റസ്റ്റാസിസ്. ലോവർ പൊട്ടൻസിയ, ടിഞ്ചർ അല്ലാതെ കൂടുതൽ ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ റീജിയൻസിൽ വരുന്ന ഇൻവോൾവ്മെന്റ്, തുടക്കത്തിലുള്ള ഇൻവോൾവ്മെന്റ്, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രസ്, റെക്റ്റം, സ്കിന്ന്, ഇതിനെല്ലാം കൂടെ ആകത്തുകയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു മരുന്നായിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ടതാണ് സ്ക്രോഫുലേറിയ നൊഡോസ. അടുത്ത ഒരു മരുന്നെന്ന് പറഞ്ഞാൽ നാട്രം കാക്കോഡൈലിക്കം. സർവ്വസാധാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു മരുന്നാണ്. പലപ്പോഴും മൈക്രോമെറ്റാസ്റ്റാസിൽ നാട്രം ഗ്രൂപ്പിൽ പെടുന്ന കാക്കോഡൈലിക്കം ഈ മരുന്ന് 30th പൊട്ടൻസിയിൽ പലപ്പോഴും ക്യാൻസർ ലെവലില് മാലിഗ്നന്റ് ഗ്രോത്തിന്റെ മെറ്റ്സ് പ്രൈമറി ലെവലിൽ തടയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഇതിനൊരു പ്രത്യേക നാട്രം കാക്കോഡൈലിക്കത്തിന് പെരിഫറൽ ബെഡ് സ്മിയറില് ഡിഫറൻസിയേഷൻ വരുമ്പോൾ റെഡ് ബ്ലഡ് കോർപ്പസൽസിന് ഡബിൾ ഇൻക്രീസ് ചെയ്യാൻ, RBC കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഇൻക്രീസ് ചെയ്യാനും കൂടെ കഴിവുള്ള ഒരു പ്രത്യേക മാലിഗ്നന്റ് ഗ്രോത്തിന് വേണ്ടി പിന്നെ രൂപകൽപ്പന ചെയ്യപ്പെട്ട മരുന്നാണ് നാട്രം കാക്കോഡൈലിക്കം. നെക്സ്റ്റ് എന്ന് പറയാൻ യൂട്രിൻ മയോമ, പ്രത്യേകിച്ച് യൂട്രസ് റീജിയണില് യൂട്ടറിൻ പിന്നെ മയോമെറ്റസ് ലെവലിൽ നിന്ന് വന്ന് അതുപോലെ തന്നെ ബ്ലാഡർ ഇൻവോൾവ്മെന്റ്, അതുപോലെ തന്നെ ബോൺ ഇൻവോൾവ്മെന്റും ഒക്കെ സിഗ്നിഫൈഡ് ആയിട്ട് ഒരു തുടക്കത്തിൽ ക്യാൻസർ സിറ്റുവിൽ അല്ലാതെ തന്നെ ഒരു ലെവലിലെ ഇൻഡുറേഷൻ വന്ന് എന്തേലും തരത്തിലൊരു ബയോപ്സി എടുത്ത് അതിനെ ഒരു ലോക്കലൈസ്ഡ് കളക്ഷൻ ക്ലസ്റ്റേഴ്സ് രൂപപ്പെടുത്തുന്ന വരികയാണ് കൽക്കേരിയ സ്റ്റിബേറ്റ, കൽക്കേരിയ ഗ്രൂപ്പിൽ പെടുന്ന കൽക്കേരിയ കാർബ, കൽക്കേരിയ ഫോസ്, എന്നിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഫലവത്താവുന്ന മരുന്നാണ് കൽക്കേരിയ സ്റ്റിബേറ്റ. അത് പലപ്പോഴും യൂട്രിൻ മയോമയുടെ ലെവലിൽ ടേൺ ടു ക്യാൻസർ എന്നതിൻ്റെ പ്രത്യേകിച്ച് ഇതിനെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കൃത്യതയോടുകൂടിയുള്ള റോള് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രോഫുലേറിയ നൊഡോസായ
ഒരു കമ്പയർ ചെയ്യുകയും അതിന് റിലേഷനോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു നോസാണ് സ്കിറിന നോസോഡ്. അത് പലപ്പോഴും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലും ലോവർ പിന്നെ അബ്ഡോമൻ റീജിയണിലും പ്രത്യേകിച്ച് പിന്നെ സ്കെലിറ്റൽ ലെവലിലും ഒക്കെ റോളുള്ള മരുന്നാണ് സ്കിറിനത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ഈ ലിംഫാറ്റിക് സഞ്ചാരപഥത്തിന് തടയപ്പെടാൻ ഏറ്റവും ഫലവത്തായ വേറെ ഡ്രഗാണ് സ്കിറിന. മോസ്റ്റ്ലി ഈ പിന്നെ മൈക്രോമെറ്റ്സിന് നമ്മൾ കൃത്യതയോടുകൂടി ഇതിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കി അതിൻ്റെ ടൈപ്പ്, അതിൻ്റെ ക്യാൻസർ സ്റ്റേജ് എന്നിവയൊക്കെ മനസ്സിലായാൽ രോഗിയുടെ മൊത്തം ശാരീരികാവസ്ഥയും അതിൻ്റെ കോമോർബിഡിറ്റിയും വയസ്സിനെ എല്ലാം ആശ്രയിച്ചാണ് നമ്മൾ മൈക്രോമെറ്റ്സിന് ഉള്ള ഒരു മരുന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പലപ്പോൾ റീജിയണൽ വൈസ് നമ്മൾ ഒത്തിരി കുറച്ച് മരുന്നുകളെ പറ്റി നേരത്തെ തന്നെ ഇപ്പം അതിനെപ്പറ്റി എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ ചീഫ് കൺട്രോളിങ് മരുന്നുകളാണ് ഒരു സ്പെസിഫിക്കേഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണെങ്കിൽ അത് തൂജ തന്നെയാണ്. തൂജയുടെ ഒരു ലീഡർഷിപ്പ് ഹോമിയോപ്പതി ഒരു സൈക്കോട്ടിക് മിയാസത്തില് സൈക്കോസിസിൽ നിന്ന് ഒരു സിഫിലിറ്റിക് ലെവലിലേക്ക് മാറാതിരിക്കുവാൻ ആ ഗ്രോത്തിനെയും ആ ഗ്രോത്ത് സ്കിന്നിലും മ്യൂക്കസ് മെമ്പറയിലും ആകത്തുകയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മരുന്നായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അപ്പോൾ ഓൾ സൈക്കോട്ടിക് റിയാക്ഷൻ മോഡലാണ്. അപ്പോൾ പ്രീ ക്യാൻസറസ് കണ്ടീഷൻ, ബിനൈൻ കണ്ടീഷൻ ഓഫ് ട്യൂമർ, മാലിഗ്നന്റ് അഫക്ഷൻസ് ഇങ്ങനെയൊക്കെ വിവക്ഷിക്കുന്നതിലും ഈ പ്രിവെന്റ് പതോളജിക്കൽ വെജിറ്റേഷൻ എന്നാണ് പലപ്പോഴും ആധികാരികമായിട്ട് മെറ്റീരിയ മെഡിക്കയിൽ അതിനെ ഡിസൈൻ ചെയ്യുന്നത്. പലപ്പോഴും അതിൻ്റെ സെക്കൻഡ് റിമൂവ് തൂജയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഫോഴ്സ്ഫുള്ളി റിമൂവ്ഡ് ക്യാൻസർ ടെൻഡൻസി എഗെയിൻ അത് തർക്കമില്ലാതെ തന്നെ ഒരിക്കൽ പോലും തൂജ റിസൾട്ട് തരാതിരിക്കില്ല. ഒരു ക്യാൻസർ പേഷ്യൻസിന് വെറുതെ കൊടുത്താൽ പോലും അതിൻ്റെതായ റിസൾട്ട് ക്യാൻസർ കേസുകളിൽ നൽകാറുണ്ട്. അപ്പോൾ നമ്മളൊരു ചീഫ് റെമഡി ആയിട്ട് തന്നെ തൂജ നമ്മൾ കണക്കിലെടുക്കണം മൈക്രോമെറ്റ്സിൽ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് അബ്നോർമൽ സെൽ ഗ്രോത്ത്, ദേ ആർ നോർമൽ പ്ലേസസ്. അതായത് ആ പ്രതലങ്ങളിൽ വരുന്ന ക്ലസ്റ്റേഴ്സിനെ പോലും ക്ലസ്റ്റർ അല്ലാതാക്കാനും ആ കൂട്ടത്തെ തെറ്റിക്കാനും ഇൻഡിവിജ്വലായിട്ട് അതിനെ തുരത്താനുള്ള കഴിവ് തൂജയ്ക്ക് ഉണ്ട്. പ്രത്യേക ഉദാഹരണമായിട്ട് ഫൈബ്രോ അഡിനോമ, ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസ്, ഫില്ലോയിഡ് ട്യൂമർ, പാപ്പിലോമ, അഡിനോസിസ്, എറ്റിപ്പിയ, പോളിപ്സ് ഈ ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്നു തൂജ. അതിന് നമ്മൾ വേറിട്ട് തൂജയുടെ ലെവലിൽ നമ്മൾ അതിനെ കൃത്യതയോടുകൂടി അതിന് റോള് നൽകി നമ്മൾ പ്രാക്ടീസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ഇൻ ടു ക്യാൻസർ. ഒരു മെഡിസിന് തന്നെയല്ല ആ റിസ്കിനെ അത് തുടക്കത്തിൽ തന്നെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു വർഷങ്ങളോളം ആ രോഗിയെ ക്യാൻസർ വളർച്ചയിൽ നിന്ന് സംരക്ഷിക്കാനും അതിനെ സ്റ്റെബിലൈസ് ചെയ്യുവാനുള്ള ഒരു കഴിവ് തൂജയ്ക്കുണ്ട്. പ്രത്യേകിച്ച് മൈക്രോമെറ്റ്സിൽ 30th പൊട്ടൻസി തന്നെയാണ്. ഇപ്പം ചില ലെവലിൽ തൂജ 3x കൂടി നൽകി അതിൻ്റെ റിസൾട്ട് നോക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ പറയാനുള്ളത്. അതുപോലെ തന്നെ തൂജയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിസ്ക് ഫാക്ടേഴ്സിനെ തെളിപ്പെടുത്തുക. DNA തന്മാത്രകളിൽ വരുന്ന അനുക്രമം നമ്മൾ ക്യാൻസറിന് കാരണമാകുന്നതിന് ഒരു പ്രധാന കാരണം DNA തന്മാത്രയിൽ വരുന്ന അനുക്രമമാണ്. അത് പലപ്പോഴും സെർട്ടൺ റിസ്ക് ഫാക്ടേഴ്സ് ആണ്, ക്യാൻസറിന് കാരണമാകുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അത് പലപ്പോഴും നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഡാമ്പിനെസ്, ഡയറ്ററി ലെവൽസ്, ഓവർ സോൾട്ട്, ഇൻഡസ്ട്രിയൽ ഫുഡ്, ഓവർ ഷുഗർ, അതുപോലെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്,
ഇമ്മ്യൂണോഗ്ലോബിൻ ഇൻഫ്യൂഷൻ. നമ്മൾ അലോപ്പതിയിലെ ഇമ്മ്യൂണോഗ്ലോബിൻ ഇൻഫ്യൂഷൻ കൊണ്ടും പിന്നെ രോഗപ്രതിരോധ ശക്തിയെ നമ്മൾ തകിടം മറിക്കുന്നു. അതുപോലെ മോണോക്ലോണൽ ആന്റിബോഡി, കോർട്ടിക്കോസ്റ്റിറോയിഡ്, ട്രയാങ്കുലർ, ഇൻഡസ്ട്രിയൽ ടോക്സിക് സബ്സ്റ്റൻസസ്, റേഡിയോ ആക്ടിവിറ്റി, ഇതെല്ലാം അർബുദ കോശങ്ങൾക്ക് കാരണമാകുന്ന ഫാക്ടേഴ്സ് ആണ്. ഇതിനെല്ലാം ഒറ്റയ്ക്ക് നേരിടാനുള്ള ഒരു കഴിവ് തൂജയ്ക്കുണ്ട്. അതുപോലെ തൂജ സഹായകരമാകുന്ന രീതിയിൽ വേറെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ക്യാൻസർ വൈറസ് കൊണ്ട് കാരണമാകാറുണ്ട്. അപ്പൊ ആന്റിവൈറലായിട്ട് അതിന്റെ പ്രത്യേകിച്ച് പിന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, DNA വൈറസുകള്, അതുപോലെ എപ്സ്റ്റൈൻ ബാർ വൈറസുകള്, ഹെർപ്പിസ് സിംപ്ലസ് 1-2, കപ്പോസിസ് സാർക്കോമ, സൈറ്റോമെഗലോ വൈറസ്, ഹ്യൂമൻ ഹെർപ്പിസ് വൈറസ്, ഹെപ്പറ്റൈറ്റിസ് C and B, ഇത്തരം ജനറ്റിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസിനെ തുരത്താനുള്ള കഴിവ് തൂജയ്ക്ക് ഉള്ളതാണെന്നുള്ളതാണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ കാണുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ കോശങ്ങൾ ഉൽപാദനം തടയുവാനും ശരീരത്തിൽ സ്വയം നശീകരണം കൂട്ടുന്നതിന് ഉതകുന്ന ഒരു റോള് തൂജ എടുക്കുന്നതുകൊണ്ടാണ് ഇതൊരു ക്യാൻസർ പ്രിവെന്റ് വെജിറ്റേറ്റീവ് മോഡിലേക്ക് നമ്മൾ കഴിയും. അതുപോലെ തന്നെ തൂജയില് ഒരു വ്യക്തിയിൽ വരുന്ന അന്തർലീനത്വം, ക്യാൻസർ രോഗം പിടിപെടാനുള്ള പാരമ്പര്യങ്ങളോ അന്തർലീനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്യാൻസർ ഡയാഗ്നോസിസ് ഡ്രഗ് കൂടാണ് തൂജ. അപ്പൊ ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ മൈക്രോമെറ്റ്സിന് 100-ൽ കൊടുക്കാവുന്ന മരുന്ന് തൂജയാണ്. ഇതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ക്യാൻസർ സ്ഥിരീകരിച്ചവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ പിന്നെ നമ്മൾ കുറെ മോഡേൺ ആയിട്ടുള്ള ഇമേജിങ് ടെക്നോളജി വഴി സ്ഥിരീകരിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഡീബൾക്കിംഗ് വഴിയാണ്. സൂപ്പർഫിഷ്യലായിട്ട് നമ്മൾ ഒരു സിംറ്റം വന്ന ഓപ്പറേഷൻ ലെവലിൽ വരുമ്പോൾ ആ കോശങ്ങൾ സ്റ്റഡി ചെയ്യുമ്പോഴായിരിക്കും ക്യാൻസർ. അവിടെയാണ് മൈക്രോമെറ്റാസ്റ്റസിസ് മാനേജ്മെന്റിന്റെ വിജയം. ഇത്തരം ഡീബൾക്കിംഗ് വിധേയരായവർക്ക് ഇനിഷ്യലി തന്നെ തൂജ ലോവർ പൊട്ടൻസി നൽകി മൈക്രോമെറ്റ്സിൽ നിന്ന് മൈക്രോമെറ്റാസ്റ്റസിസിൽ നിന്ന് തന്നെ നമുക്ക് ഈ രോഗിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതൊരു സൈക്കോളജിക്കൽ ലെവലിലും തൂജ നല്ലപോലെ പ്രവർത്തിക്കുന്നു. സിമിലിയും പതോളജിക്കൽ ലെവലിൽ ഒരുപോലെ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇത്. അതുപോലെ തന്നെ നമ്മൾ ഞാൻ ആദ്യം ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ ക്യാൻസർ കോശങ്ങളുടെ സവിശേഷതകൾ അതൊരു കാപട്യമായ വഞ്ചനാത്മകമായ ഡിസൈറ്റ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതുപോലെ സ്ലൈനസ്, കൗശലം, അതുപോലെ സീക്രട്ടീവ്നെസ്, ശരീരം അതിനെ ഒളിച്ചു വെച്ച് നമുക്ക് പണി തരുന്നു എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന പോലെ അതിനെയെല്ലാം ഒരു ടോട്ടലി ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ തൂജ ആ റെപ്പർട്ടോറിയൽ അനാലിസിസിൽ ഉയർന്നു വരുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഉള്ള സവിശേഷമായി ഇത്രയും വിശദമായിട്ട് പറഞ്ഞ് മൈക്രോമെറ്റ്സിന് ഒരിക്കൽ പോലും മൈക്രോമെറ്റ്സ് നമ്മൾ കണ്ടെത്തിയാൽ തൂജ വിസ്മരിച്ചുകൂടാ. അതുപോലെ തന്നെ തൂജയുടെ റാങ്ക് പോലെ തന്നെയാണ് മലാൻഡ്രിനം നോസോഡ്. മലാൻഡ്രിനം വളരെ നിസ്സാരമായിട്ട് ഏതാനും ചില കേസുകളിലാണ് നമ്മൾ പ്രാക്ടീഷണർമാർ ഉപയോഗിക്കുന്നത്. എന്നാൽ ക്യാൻസർ ചികിത്സയിൽ അഗ്രഗണ്യമായിട്ട് തന്നെ അതിൻ്റെ ഉയർന്ന പദവി വളരെ വലുതാണ്. പ്രത്യേകിച്ച് ശസ്ത്രക്രിയയോടൊപ്പം സെന്റിനൽ ലിംഫ് നോഡ് ബയോപ്സി, അതുപോലെ തന്നെ കോർ ബയോപ്സി, ഫ്രീസിംഗ് ബയോപ്സി, ഇതുപോലെ എല്ലാ തരത്തിലുള്ള ഡിഫറെന്റ് വെറൈറ്റി ബയോപ്സിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് ശസ്ത്രക്രിയക്ക് ശേഷം ആ ക്യാൻസർ കോശങ്ങളെ ഒട്ടും തന്നെ അഡ്വാൻസ്ഡ് ആകാതെ സഹായിക്കാൻ പറ്റിയ ഒരു ഇന്റർകറന്റ് ഡ്രഗാണ് മലാൻഡ്രിനം. ഇത് പലപ്പോഴും 30th പൊട്ടൻസി, 200 പൊട്ടൻസി, 1M പൊട്ടൻസി എന്നീ മരുന്നുകൾ തന്നെ നൽകി
ആ ക്ലിയറിങ് ക്യാൻസർ ഡിപ്പോസിറ്റ്സിനെ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ റോള്. അപ്പം അത് കൂടുതൽ നമ്മൾ ഇന്റേണൽ, അതായത് ഓർഗൻ റിമൂവൽ, പ്രത്യേകിച്ച് ഡീബർത്തിങ് വരുന്ന സോളിഡ് ഓർഗൻസ് വരുന്ന ക്യാൻസറുകൾ, ഈ ക്യാൻസറുകൾക്ക് കൃത്യമായിട്ട് തന്നെ വർക്ക് ചെയ്യുകയും അതിൻ്റെ അതിൻ്റെ ഒരു ലെവലിൽ വളരെയധികം സുരക്ഷിതമായിട്ട് കൊണ്ടെത്തുകയും അതിൻ്റെ എല്ലാ ലെവലിലും അത് പ്രവർത്തിച്ച് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മരുന്നാണ് മലാൻഡനം. ഇത് കൃത്യതയോടുകൂടി അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഈ ട്രീറ്റ്മെന്റ്, സർജിക്കൽ ഇന്റർവെൻഷനിൽ നമ്മൾ പലപ്പോഴും സൂചയും മലാൻഡനും നമ്മൾ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ വേറെ സർട്ടൻ ഡ്രഗ് ഫോർ മൈക്രോമെറ്റ്സ്, അതിലൊന്ന് അക്കണൈറ്റം ലൈക്കോട്ടിനമാണ്. പലപ്പോഴും പെരിഫറൽ ബ്ലഡ് സ്മിയറിൽ ലിംഫാറ്റിക് സ്പ്രെഡ് വഴിയും ഹെമറ്റോജനസ് സ്പ്രെഡിലും ആ കോശങ്ങളുടെ ഡിറ്റക്ഷൻ, പ്രത്യേകിച്ച് ഹോട്ട്കിൻ ഡിസീസില് സർട്ടൻ ഗ്ലാൻഡുലർ എൻലാർജ്മെന്റ്സ്, ഇതിനെല്ലാം വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ് അക്കണൈറ്റം ലൈക്കോട്ടിനം. അത് ഫലപ്രദം. അതുപോലെ തന്നെ ശരീരത്തിലെ എവിടെ മ്യൂക്കസ് മെംബ്രേനിലും ക്യാൻസർ മെറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവ് ആന്റിക്ലോറിൻ ഉണ്ട്. പലപ്പോഴും അതിൻ്റെ ഒരു സ്പെസിഫിസിറ്റി മ്യൂക്കസ് മെംബ്രൈനില് ആക്ഷൻ ഉള്ളതാണ് ആന്റിക്ലോർ. അതുപോലെ തന്നെ ബ്ലഡ് ഡിസ്ക്രസിയകൾ, പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പെരിഫറൽ ബ്ലഡ് സ്മിയർ നമ്മൾ നോക്കുമ്പം RBC WBCയിലും പ്ലേറ്റ്ലെറ്റ് വരുന്ന കോശങ്ങളുടെ പഠനമാണ് പെരിഫറൽ ബ്ലഡ് സ്മിയർ വരുന്നത്. അതിൽ നമ്മൾ ആകത്തുകയായിട്ട് ഒരു ഡിറ്റോറിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എച്ചിനീഷ്യ ഡ്രഗ് സാധാരണ കൊടുക്കുമെങ്കിലും അക്വാമറേന എന്ന് പറയുന്ന സാധാരണ ഒരു മരുന്നാണ്. ഇതും റിലേഷൻ ടു എച്ചിനീഷ്യ, ഇതും വളരെയധികം ഫലപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഈസോഫാഗസിലും ലങ് ടിഷ്യൂസിലും ഇൻവോൾവ്മെന്റ് വരുമ്പോൾ അർജന്റസൈനേറ്റ് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതുപോലെ ലങ്സ് ടിഷ്യൂസിൽ ആക്ട് ചെയ്യുന്നതാണ് കൽക്കേരിയ ഹൈപ്പോഫൈസിസ് മരുന്ന്. അതുപോലെ തന്നെ നമ്മുടെ യൂട്രസ്, ബ്ലാഡർ, പ്രത്യേകിച്ച് യൂറോജെനിറ്റൽ ലെവലിൽ അതിനെ കൂടുതൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്ന കൊളൈൻ എന്ന് വരുന്ന, അത് പലപ്പോഴും റിലേഷൻ ടു ദാറ്റ് ടെറാസാക്കം, ബ്ലാഡർ ക്യാൻസറിന് ഉപയോഗിക്കുന്ന ടെറാസാക്കം, ഇതിനെ ഒരു കമ്പയർ ചെയ്യാൻ പറ്റിയ മരുന്നാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഫൈബ്രോയിഡ് ട്യൂമർ, യൂട്രൈൻ ഫൈബ്രോയിഡ്, എനി അതർ സൈറ്റ്സ്, ഫൈബ്രോയിഡ് ട്യൂമറിൽ പ്രത്യേകിച്ച് ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി അറിയപ്പെടുന്നു. ഈ ഫൈബ്രോയിഡ് ടൈപ്പില് ക്യാൻസർ മെറ്റ്സ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമിയം സൾഫ് ഇന്റർകറന്റ് ആയിട്ട് നമുക്ക് നൽകാവുന്നതാണ്, ക്രോമിയം സൾഫ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫൈബ്രോയിഡ് ട്യൂമറിന് പിന്നെ അതുപോലെ തന്നെ കോളൻ ക്യാൻസറിനും ഹൈഡ്രാക്സി സൾഫ് നിർദ്ദേശിക്കാറുണ്ട്. ഹൈഡ്രാക്സി സൾഫ് ഇതെല്ലാം അവൈലബിൾ ആകുന്ന മരുന്നുകൾ തന്നെയാണ്, അത്ര റെയർ ഒന്നുമല്ല ഈ മരുന്നുകളൊന്നും. അതുപോലെ കോളൻ ക്യാൻസറിന് കിനോ മരുന്ന് മെഡിസിൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പിന്നെ ഇൻറ്റെസ്റ്റിനൽ ക്യാൻസറിന് മ്യൂക്കസ് മെംബ്രൈൻ കൂടുതൽ ആക്ഷൻ. അതുപോലെ മ്യൂക്കസ് മെംബ്രൈൻ കോളൻ ക്യാൻസർ വന്നിട്ട് ലിംഫാറ്റിക് സ്പ്രെഡും എല്ലാം സംജാതമാവുന്ന സമയത്ത് ലൊബീലിയ എറിനസ്, ഇതൊക്കെ കോമൺ മരുന്നുകൾ തന്നെയാണ്. ലൊബീലിയ എറിനസ്. അതുപോലെ തന്നെ പിന്നെ ബോൺ അഫെക്ഷനിൽ
മൈക്രോമെറ്റ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും എസോസ്റ്റോസിസ് ഡ്രഗുകൾ നൽകാം. സൂച, ഓറമെറ്റ് ഇതുപോലുള്ള മരുന്നുകൾ വളരെയധികം എസോസ്റ്റോസിസ് ഉണ്ട്. ആ സൂപ്പർഫിഷ്യൽ ലെവലിൽ ഗ്രോത്ത് വരുന്ന പിന്നെ ബോൺ സർഫസിനാണ് എസോസ്റ്റോസിസ് എന്ന് പറയുന്നത്. എന്നാൽ അത് മൈക്രോമെറ്റ്സ് ആയിട്ട് ഒരു ലെവലിൽ സ്ക്രൂട്ടനിങ് വന്നു കഴിഞ്ഞാൽ നാട്രം സിലിക്കോ ഫ്ലൂറൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കൽക്കേരിയ സിലിക്കോ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന മരുന്ന് ഗ്ലാൻഡുലാർ റെമഡിയാണ്. അത് ലാപ്പിസ് ആൽബയാണ്. അത് ചിലപ്പോൾ ഗ്ലാൻഡുലാർ മെറ്റ്സിന് ഉപയോഗിക്കുമെങ്കിലും ബോൺ മെറ്റ്സിന് കൂടുതലും നാട്രം സിലിക്കോ ഫ്ലൂറൈഡ് ആണ് നമുക്ക് നൽകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ക്യാൻസർ ലെവലിൽ നമ്മൾ കൂടുതലും പിന്നെ ഒരു ഇഡിയോപ്പതിക് ലെവലിൽ സഫർ ചെയ്യുന്നു. പല ഫേസ് ഒരു 10% ആളുകൾ ക്യാൻസർ ഡിറ്റക്ഷൻ നടക്കുന്നില്ല, ബയോപ്സി വരുന്നില്ല. അത് മൈക്രോമെറ്റ്സിന്റെ ഒരു ലെവലിൽ ഒരു സൂക്ഷ്മമായിട്ട് ഇത് പ്രയാണം ചെയ്യുന്നില്ല. മൈക്രോമെറ്റ്സ് ആണോ മാക്രോമെറ്റ്സ് ആണോ എന്നൊന്നും അറിയാതെ തന്നെ പ്രയാണം അതിന് ഓവർ ടെസ്റ്റ് അങ്ങനത്തെ കണ്ടീഷനിൽ നൽകിയാൽ ഒരു പരിധിവരെ ആ പേഷ്യൻറ്റിൻ്റെ സഫറിങ് എല്ലാം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സാധാരണ ഓവർ ടെസ്റ്റ് ലുക്കോറിയയ്ക്കൊക്കെ നൽകുന്ന മരുന്നാണേലും അതിൻ്റെ ഒരു ആക്ഷൻ എങ്ങനെയാണ് ആ സഫറിങ് എല്ലാം മാറ്റി ഇഡിയോപ്പതിക് ലെവലിലുള്ള ക്യാൻസർ സെൽസിനെ കൺട്രോൾ ചെയ്യാൻ ഓവർ ടെസ്റ്റൊക്കെ കഴിവുണ്ട്. പിന്നെ അതുപോലെ ബ്രസ്റ്റ് ട്യൂമറിന് സെർട്ടൺ പ്ലംബം അയഡ് മൈക്രോമെറ്റ്സിന് കൊടുക്കാറുണ്ട്. പിന്നെ ഈസോഫാഗൽ മ്യൂക്കസ് മെംബ്രെയിന് പലപ്പോഴും റൂമസ് അസറ്റിക്ക നല്ല മരുന്നാണ്. അപ്പം പ്രത്യേകിച്ച് ഈസോഫാഗൽ റീജിയണിൽ നല്ല മരുന്നായിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ കോളൻ റെക്ടൽ ക്യാൻസറിന്, അതുപോലെ പിന്നെ പോസ്റ്റ് മെനിപ്പോസൽ മെനിപ്പോസൽ സ്റ്റേജിൽ മൈക്രോമെറ്റ്സിന് ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കാവുന്ന മരുന്നാണ് സിഡം ടൈപ്സ് മരുന്നുകൾ. സിഡം ടെലിഫിയം ആണ് ഏറ്റവും നല്ല മരുന്ന്. ഇത് പലപ്പോഴും ഇത് അവൈലബിൾ ആണ്. കോളൻ, റെക്റ്റം, അതുപോലെ തന്നെ മെനിപ്പോസൽ റീജിയൻ. മെനിപ്പോസൽ സ്ത്രീകൾക്കുണ്ടാകുന്ന പെരിമെനിപ്പോസൽ ലെവലിൽ വരുന്ന മൈക്രോമെറ്റ്സ് ഓർഗൻസുകളുണ്ട്. യൂട്ടറിൻ, എൻഡോമെട്രിയൽ, സെർവിക്സ്, ഇതിനെല്ലാം ഇന്റർകറന്റ് ആയിട്ട് മൈക്രോമെറ്റ്സ് അതിനെ കൺട്രോൾ ചെയ്യാൻ സിഡം ടെലിഫിയം എന്ന മരുന്നുകളും വളരെ ഫലവത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസിന്റെ പ്രസക്തി എന്ന് പറയുന്നത് മൈക്രോമെറ്റാസ്റ്റാസിസ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സർജിക്കൽ ഇന്റർവെൻഷനിലൂടെയോ ആക്സിഡന്റലി ബയോപ്സി ലെവലിലോ ഒരു ലോക്കലൈസ്ഡ് ക്ലസ്റ്റേഴ്സ് ഓഫ് ക്യാൻസർ സെല്ല് രൂപാന്തരപ്പെടുന്ന കാണുകയും അത് പെട്ടെന്ന് തന്നെ അത് മറ്റു സ്ഥലത്തിലേക്ക് പോകാൻ ഉള്ള ഒരു പ്രയാണം ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലെവലിൽ ആ ക്യാൻസർ കോശങ്ങളെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യാം എന്നുള്ള വസ്തുതാപരമായ ഒരു വിശകലനമാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചത്. തൽക്കാലം ഈ ക്ലാസ് ഇവിടെ നമുക്ക് വിരമിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡിസ്കഷനോ എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ. ഹലോ സാറേ, വളരെ നല്ല ഒരു സെഷനാണ്. നമ്മുടെ ശൈല ഡോക്ടറുടെ പെട്ടെന്ന് നെറ്റ് പോയി ഇടിവെട്ടി കറണ്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ജയലളിത ഡോക്ടറെ വിളിക്കുകയാണ്. നല്ല സെഷനായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഒരുപാട് മെഡിസിൻസ് കവർ ചെയ്തു. എന്തായാലും നല്ലൊരു സെഷനായിരുന്നു. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് വരാം. ഏലിയാസ് പി വർഗീസ് ഡോക്ടർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? എന്തോ ചോദ്യം ചോദിക്കാനുള്ളത്. ഡോക്ടർ ഏലിയാസ് എഴുതി മെസ്സേജ് എത്തിക്കുന്നു. അൺമ്യൂട്ട് ചെയ്തോ ഡോക്ടറെ. ഏലിയാസ് പി വർഗീസ്, എന്താ ചോദിക്കാനുള്ളത്? സർ, ഗുഡ് ഈവനിങ്. സർ, എനിക്ക് 2-3 ഡ്രഗിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയായിരുന്നു.
സർ ഒരു ഡ്രഗ് പറഞ്ഞത് നേട്രം കാക്കോഡൈലിക്കം CSO സാർ അത് ഒന്നുകൂടി പറയാമോ? നേട്രം നാട്രം CaCO-DYL ആ LICUM. ഓക്കെ, കാക്കോഡൈലിക്കം അല്ലേ സർ? അതുപോലെ സാർ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ മെനോപോസൽ കോളൻ റിക്ടം ക്യാൻസറിനൊക്കെ സിഡം ഏതായിരുന്നു സർ? ടെലിഫിയം TELEPHIUM. ടെലിഫിയം. ഓക്കെ 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 സാർ, ഞാൻ കുറിച്ചി ഹോമിയോ കോളേജിൽ ഇന്റേൺ ആയിരുന്നു. താങ്ക് യു. ഓക്കെ ഓക്കെ. ഡോക്ടർ ഏലിയാസ് എല്ലാ ദിവസവും നമ്മുടെ സെഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും കയറുക. നമുക്ക് ഹോമിയോപ്പതി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസോടു കൂടി തന്നെയാണ് നമ്മളിത് നടത്തുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഈ രംഗത്ത് വരികയും നമ്മളോടൊപ്പം ചേരുകയും ചെയ്യുന്നതിൽ വളരെ സന്തോഷം. ഇന്ന് ഇട്ട അതേ ലിങ്കിൽ തന്നെ എല്ലാ ദിവസവും കയറാവുന്നതാണ്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെയോ നമ്മുടെ കൂടെയുള്ള ഏതെങ്കിലും ഡോക്ടർമാരെ വിളിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് ഇവിടെ വേദിയുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ കേസുകളും വിഷയങ്ങളും അവതരിപ്പിക്കാനും പറ്റും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താല് ചോദിക്കാം കേട്ടോ. ഹരിഹര സാറുണ്ടോ? ഹരിഹര സാറേ, സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഹരിഹര സാർ ഉണ്ടായിരുന്നാണല്ലോ. ഡോക്ടർക്ക് എന്തെങ്കിലും ഉണ്ടോ? എന്തായാലും വളരെ ഡെപ്തിലുള്ള ഒരു പ്രസന്റേഷൻ ആണ്. അപ്പൊ അതില് ഈ മെഡിസിനുകളുടെ പേര് തന്നെ പലതും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലുള്ള ഒരു അനുഭവമാണ് പലർക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ ഈ പറയുന്ന മെഡിസിൻസ് ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് എഴുതിയെടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള മെഡിസിൻ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സാറിന്റെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്. ഷാജി കുടിയർ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ലളിത ഡോക്ടർ സ്വന്തം ഇത് കേട്ടിട്ട് ഡോക്ടർക്ക് തോന്നിയ കാര്യങ്ങളൊന്നും വിശദീകരിക്കും. നമസ്കാരം, ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല. കേൾക്കാമോ? ഓക്കെ സാറേ. ഓക്കെ. ഞാൻ ഈ സജു മോഹൻ ഡോക്ടറെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും നേരിട്ട് ക്ലാസ് ഒരു പ്രാവശ്യം എന്തോ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത് ഞാൻ വീഡിയോ കേൾക്കാറുണ്ട് ഇടയ്ക്ക്. സമയം ഡോക്ടർ ക്യാൻസർ സ്പെഷ്യലൈസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നതാണെന്ന് ഞാനിപ്പോൾ അടുത്തിടെയാണ് അറിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. ഞാനും ഒരു പുതിയ അപ്രോച്ചിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറുടെ കേൾക്കാൻ സാധിച്ചതിൽ സന്തോഷം. പുതിയ മരുന്നുകളുടെ പേരുകൾ ഒക്കെ വളരെ റെയറായിട്ടുള്ള മരുന്നുകളൊക്കെ ഡോക്ടർ പറഞ്ഞത് വളരെ നല്ല കാര്യങ്ങളാണ്. പിന്നെ ഇപ്പം ഞാനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറൊരു ഫിലോസഫിക്കൽ അപ്രോച്ചിലാണ് ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തെ കാണുന്നത്. ക്യാൻസർ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ കോസസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യുമ്പോടെ മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം ചെയ്യുന്നു എന്നുള്ള ഒരു വ്യത്യസ്തതയാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് എനിക്ക് എന്നെ തന്നെ അപഗ്രഥിച്ച് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ഒരു യുണീക്ക് ആയിട്ടുള്ള തിങ്. അത് ഡൈനാമിക് സയൻസ് എന്ന് പറഞ്ഞ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു ഹൈപ്പോത്തസിസിനെ ബേസ് ചെയ്താണ് അങ്ങനെ സാധ്യമാകുന്നത്. ഡൈനാമിക് സയൻസ് മനസ്സ്, ജീവശക്തി, DNA-യുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സയന്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെ ക്യാൻസർ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നും ക്യാൻസറിന്റെ കോസസ് ഏതൊക്കെ തലങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ള ഒരു ക്ലാരിറ്റിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും രോഗിയെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് രോഗിയെയും കുടുംബത്തെയും അതിൽ നിന്നും മുക്തമാക്കുന്നതിലൂടെ
അത് തന്നെ ഒരു ക്യൂറേറ്റീവായിട്ട് ആക്ട് ചെയ്യും. പ്ലസ് നമ്മൾ ജുഡീഷ്യസ് ആയിട്ടുള്ള സർജറി പിന്നെ മെഡിസിനൽ മാനേജ്മെന്റും കൂടെയാണ് ചെയ്യുന്നത്. അവിടെ ഹോമിയോപ്പതിക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ പ്ലെയിൻ വിട്ട് ഭൗതിക തലം വിട്ട് ഡൈനാമിക് പ്ലെയിനിലോട്ട് കടന്നു ചെന്ന് അതിൻ്റെ റൂട്ട് വെച്ച് നമുക്ക് അതിൻ്റെ ഒരു ക്യൂറേറ്റീവ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ അത് രോഗീനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രത്യേക കാര്യം. അത് ഡൈനാമിക് സയൻസ് ഓക്കെ എന്ന് പറഞ്ഞ സയന്റിഫിക് ഹൈപ്പോത്തസിലൂടെ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പ്ലനേഷൻ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് നമ്മളത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ രോഗിക്കും അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും സജിമോൻ ഡോക്ടർ ഇത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. നമുക്ക് എന്തെങ്കിലും ഞാൻ ഫിലിപ്പീൻസിൽ നിന്നാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാത്ത. ഇവിടെ ഇപ്പോൾ 1 മണിയായി. അപ്പോൾ ഞാൻ യാദൃശ്യമായിട്ട് കയറിയതാണ്, എന്താണെന്ന് അറിയാൻ. അപ്പോഴാണ് സജിമോൻ ഡോക്ടറെ അന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് കേട്ടത്. അപ്പോൾ നമുക്ക് നേരി കാണാം. സന്തോഷം. ഓക്കെ സാർ, താങ്ക് യു. ഡോക്ടറെ, ഈ വൈകിയ വേളയിലും ഡോക്ടർ അറ്റൻഡ് ചെയ്തു. സന്തോഷം. താങ്ക് യു ഡോക്ടറെ. ഓക്കെ താങ്ക് യു. ആരെങ്കിലും ഉണ്ടോ? ഷഫീഖ് ഡോക്ടറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഷഫീഖ് ഡോക്ടറെ. ഞാൻ ഖാദനാണ്. എനിക്ക് പറയാനുള്ളത് നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ക്യാൻസർ ടിഷ്യൂ പ്രൈമറിലി അത് സൈക്കോട്ടിക് ആണെങ്കിലും പിന്നീട് സെപ്റ്റിക് മാസം കവർ ചെയ്ത് വരുന്നൊരു ഡിസീസ് ആണ്. അപ്പൊ അതിലെ പ്രയർ മെഡിസിൻസ് ഒരുപാട് സജിമോൻ ഡോക്ടർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് പലതും ഞാൻ കേട്ടു പോലും ഇല്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഏതായാലും അതിന് പഠിക്കാനുള്ള ഒരു പ്രചോദനം കൂടെ കിട്ടുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. സജിമോൻ ഡോക്ടർക്ക് IFHന്റെ ഈ വേദിയിൽ വന്ന അദ്ദേഹത്തിന് നല്ലൊരു പ്രസന്റേഷൻ, ഇനിയും ഒന്നല്ല മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രസന്റേഷൻ നടത്താനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്നുള്ള താങ്ക് യു ആശംസ. പറഞ്ഞേക്ക് ഭദ്ര ഡോക്ടറെ. താങ്ക് യു കൂടി പറഞ്ഞേക്ക്. സജിമോൻ ഡോക്ടറെ ഞാൻ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും നല്ല പ്രസന്റേഷൻ ഇതിനു മുമ്പ് എല്ലാം ഒരു പ്രത്യേക ഒരു അപ്രോച്ചോട് കൂടിയുള്ള പ്രസന്റേഷൻസ് ആയിരുന്നു. വളരെ നന്നായിരുന്നു. ഇന്നത്തെ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. മേലിലും അത്തരത്തിലുള്ള പ്രസന്റേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സജിമോൻ ഡോക്ടർക്ക് IFHന്റെ പേരിലും നമ്മുടെ ഈ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലും നന്ദിയും കടപ്പാടും സ്നേഹപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഭദ്രൻ ഡോക്ടറെ. അങ്ങനെ ഇനി ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇന്നത്തെ 1759 കണ്ടിന്യൂസ് ആയിട്ടുള്ള സെഷന്റെ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഓൾ. നമസ്കാരം. ശുഭനിദ്ര.